ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പം എനിക്കത് അത് എന്താ പറയാ സ്വഭാവം മാറിയെന്നോ ദേഷ്യപ്പെട്ടു അതൊന്നുമല്ല, പക്ഷേ ഭയങ്കര ഫാസ്റ്റാ വർക്ക്. അപ്പോൾ എനിക്ക് അത്ര സ്പീഡിൽ വർക്ക് ചെയ്യാൻ അത്ര താല്പര്യമില്ല. കാര്യം നമുക്ക് നടന്മാരാകുമ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്താൽ തിരിച്ച് മറ്റേയാളുടെ ആക്സസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫ്രീയാണ്, നമുക്ക് ഇവിടെ റിലാക്സ് ഒക്കെ ചെയ്തിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പം എല്ലാ ഷോട്ടും ഷോട്ട് ഇല്ലാത്തപ്പോഴും പണിയാണ്. അതൊരു വല്ലാത്ത പണിയായിരുന്നു. അപ്പം ആ സമയത്തുള്ള ഡയറക്ടറെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ സമ്മതിച്ചു തരുന്നു അല്ലേ? അല്ല, അത് ഞാൻ ആവശ്യമില്ലാത്ത പണി എടുക്കാൻ പോയിട്ടാ എന്നോട് പറഞ്ഞിരുന്ന ആ പണിക്ക് വരണ്ടാന്ന്. എന്നിട്ട് ഞാൻ ആ ഒരു ഡെഡിക്കേഷൻ അല്ലല്ല, ഞാൻ ദുബായിൽ ഇവർ ഷൂട്ട് ചെയ്യാൻ പോണു. അപ്പോൾ അവർ ദുബായിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ദുബായിൽ അങ്ങനെ എനിക്ക് ഭയങ്കര വിദേശയാത്ര താല്പര്യപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ സുഹൃത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ, ഞങ്ങളുടെ ഒപ്പം കോളേജിൽ ഞങ്ങളൊപ്പം പഠിച്ച നോബിൾ, ഹെലനിലെ ഹീറോ ഫിലിപ്സ് ചെയ്ത് നോബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് മോണിറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാം. ഏതോ ഹിന്ദി പടത്തിന്റെ എഡിയൂസ് ഒക്കെ മോണിറ്ററിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് മേക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നിവിൻ ഒരു ടേക്ക് നിവിൻ എടുക്കുമ്പോൾ ഞാൻ വിനീതിനോട് ഒന്നുകൂടെ എടുപ്പിച്ചു വേണമെങ്കിൽ നിവിനല്ലേ വിചാരിച്ചിരുന്നു. ഓർമ്മ തന്നെ ഡ്രോമയാ. ഞാൻ ജേക്കബിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്, അതായത് അജുനെ ക്രൗഡിനെ മാറ്റാൻ വേണ്ടിയിട്ട് അജുനെ വിടും. അപ്പോൾ ഞങ്ങൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ മലയാളികൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വരും. അജു ഒന്ന് ആൾക്കാരുടെ അടുത്ത് പുറകിലേക്ക് മാറാൻ പറയാന്ന് പറയുമ്പോൾ അജു ഉടനെ ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ടിട്ടാണ് വരിക. അപ്പോൾ നേരെ പോയിട്ട് അജു ആൾക്കാരെ ചേട്ടാ ഒന്ന് പുറകിലേക്ക് മാറിയെന്ന് പറയുമ്പോൾ അജുവിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങും വന്നേടാ നീ എന്നിട്ട് അങ്ങനെ തിരിച്ചു നിർത്തിയിട്ട് അജുവിന്റെ കൂടെ സെൽഫി എടുക്കുന്നു. സെൽഫി എടുത്താൽ മാറാന്ന് പറയും. അപ്പൊ എന്നെ തിരക്ക് പിടിച്ച് മാറ്റാൻ വിട്ടേക്കാ. ഇവിടെ നോക്കുമ്പോ എന്താ ഞാൻ കാണുന്നത് അജു അവരുടെ കൂടെ സെൽഫി എടുത്ത് കളിക്കുക. അയ്യോ, അവര് പറയുന്നത് എന്താ, സെൽഫി എടുത്താ മാറാം. സത്യം അറിയത്തില്ലല്ലോ. അതെ, ഞങ്ങളുടെ അവസ്ഥ അവിടെ വളരെ അപ്പൊ എനിക്കറിയില്ലല്ലോ. ഞാനിത് കണ്ടിട്ട് ഇവനോട് ചൂടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ആഫ്റ്റർ എല്ലാ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് സമയത്ത് എങ്ങനെയായിരുന്നു? ഇല്ല, ഞാനിവിടെ ഇന്റർവ്യൂ കൊടുത്തിട്ടാ പോയെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പോകുന്നു. അത്യാവശ്യം അന്ന് ഇതേപോലെ ഓൺലൈൻ മീഡിയാസ് ഇത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് മനോരമയിലൊക്കെ കൊടുത്തിട്ടാ പോയെ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോരാനും പറ്റൂല. ഞാൻ 2-ാം ദിവസം ഇതിൽ നിന്ന് പിന്മാറിയെന്ന് ആലോചിച്ചതാണ്. പക്ഷേ ഇത് പറഞ്ഞും പോയി തിരിച്ചു വന്ന നാണക്കേട് അല്ല, ആ ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ജോലി. വേറൊരു സംഭവം ഉണ്ട്, നിവിനെ റെഡിയാക്കി കൊണ്ടുവരാൻ അജുനെ നമ്മൾ ഏൽപ്പിച്ച്. അപ്പോൾ അജു ചെന്ന് നിവിനെ വിളിക്കും, ഷോട്ട് റെഡി, അവിടെ നിൽക്ക്, ഞാൻ റെഡി ആയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ അജു നേരെ ഇറങ്ങിയിട്ട് അപ്പൊ നിവിൻ അപ്പുറത്ത് രാവിലെ തന്നെ വിളിക്കാൻ വന്നിരിക്കും. അതിനോട് ഏറ്റവും നന്നായി എന്നോട് സഹകരിച്ച ശ്രീനാഥ് ബാസിയാണ്. കൃത്യമായിട്ട് ഞാൻ ബാസി എടുത്ത് പറയും, ഇവിടെ ചോദിക്കും ബാസിക്ക് എത്ര മണിക്കാണ്. അപ്പോൾ ബാസിക്ക് ഇപ്പോൾ 11 മണിയാണെങ്കിൽ ഞാൻ അവനെ ചെല്ലും, അവന് ഒരു 10:30 ആകുമ്പോൾ ബാസി കുട്ടാവാ നമുക്ക് പതുക്കെ. അപ്പോൾ അവൻ ഹാപ്പി, അവൻ കൃത്യമായിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് കഴിയുമ്പോൾ കറക്റ്റ് പറയണേ. അപ്പോൾ അവൻ്റെ ഇപ്പോൾ ഒരു 3 മണിക്ക് കഴിയുമോ, അല്ലെങ്കിൽ ഒരു 12:30-ക്ക് 2 മണിക്കൂറിൽ അവൻ്റെ തീർന്നാൽ ഞാൻ കൃത്യമായിട്ട് പിന്നെ വിളിക്കും ബാസിയുടെ കഴിഞ്ഞു, ഞാൻ ചെന്നിട്ട് അളിയൻ്റെ കഴിഞ്ഞു. അപ്പോൾ അവൻ കറക്റ്റായിട്ട് എന്നോടൊപ്പം. നിവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ അല്ലേ, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറും അല്ലേ. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ജോലി എടുക്കുന്ന എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഞാൻ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വിളിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് മറ്റേതൊന്നും ഇല്ല, അതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അവർ അത് പറയും ഇപ്പോഴും. പക്ഷെ എന്നാലും ആ പണിയുടെ ഒരു അയ്യോ ഞാൻ പോവില്ല. അന്നും ഞാൻ വിളിച്ചിട്ടല്ല, വലിഞ്ഞേറി വന്നതാ, മറ്റേ വെസ്റ്റ് എടുത്ത് ഇട്ടതാ. ഞാൻ വിചാരിച്ച അസിസ്റ്റന്റ് ഡയറക്ഷൻ ഇതാ. എന്നിട്ട് അല്ല, ഈ മോണിറ്റർ അവിടെ ഇരുന്നിട്ട് എന്ത് പാക്കപ്പ് വിളിക്കുമ്പോ ഇന്ന് അവിടെ പോണം നിവിനോട് ചോദിച്ച് കറങ്ങാനൊക്കെ പോയതാ. ഇത് ഞാൻ 11-12 മണിയാവും ഷൂട്ട് കഴിയാൻ. വന്ന് റിപ്പോർട്ട് എഴുതി കിടന്നുറങ്ങുമ്പോൾ ഒരു 1:30 ആവും. 1:30-ക്ക് കിടക്കുന്ന ഞാൻ 5-5:30-ക്ക് ഫസ്റ്റ് വണ്ടി പോവും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു 4:45-ന് എണീക്കണം. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി മിസ്സായ അടുത്തൊരു കാറുണ്ട്,
അത് പിടിച്ച് അറിയാത്ത സ്ഥലത്തൂടെ ഒക്കെ എത്തിപ്പെട്ട് അപ്പോഴത്തേക്ക് 2 റിപ്പോർട്ട് എഴുതാനുള്ള ഇത് മാറിക്കാണും. അപ്പോൾ അത് മിസ്സായി. വെരി വെരി പ്രോബ്ലം. രാവിലെ സെറ്റ് ചെല്ലുമ്പോഴേ അവിടുന്ന് ഒരു നോട്ടം നീ കൃത്യം ഞാൻ അങ്ങനെ പോയി ഫ്രണ്ടിൽ പോയി നിൽക്കില്ലായിരുന്നു. എൻ്റെ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഗണേഷ് രാജിനോടായിരുന്നു, ആനന്ദത്തിൻ്റെ ഡയറക്ടർ. അപ്പം ധനഞ്ജയ് ഇവരൊക്കെയായിരുന്നു. അപ്പം ഞാൻ അവരുടെ, പിന്നെ ബേബി പണിക്കർ എന്ന് പറഞ്ഞ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, മലർവാടി തൊട്ടേ വിനീതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം അവർ എൻ്റെ ടീം ഞങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, AD ടീം. ഞാനായിട്ടാണ് കംഫർട്ടബിൾ ആയത്.